ഹത്രസിലെ കൂട്ടക്കുരുതിയിൽ സമ്മേളനത്തിന്റെ സംഘാടകരായ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് മുഖ്യപ്രതിയും കീഴടങ്ങിയത്. മുഖ്യ സേവദാറായ ദേവ് പ്രകാശ് മധൂക്കറാണ് പ്രധാന പ്രതിയെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. പ്രകാശ് മധൂക്കറിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പോലീസ് പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഭോലെ ബാബ എന്ന സൂരജ് പാൽ നാരായൺ ഹരിക്ക് വേണ്ടി നടത്തിയ പരിപാടിയിലാണ് അപകടമുണ്ടായത്. ഭോലെ ബാബയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. എഫ്ഐആറിൽ ഭോലെ ബാബയുടെ പേര് ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 24 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഭോലെ ബാബയുടെ താമസ സ്ഥലത്ത് അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 80,000 പേർക്ക് പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്ന പരിപാടിയിൽ 2 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതാണ് ദുരന്തത്തിന് കാരണം. എന്നാൽ പരിപാടിയിൽ തിക്കും തിരക്കും ഉണ്ടാക്കിയ സാമൂഹ്യ വിരുദ്ധരാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഭോലെ ബാബയുടെ പ്രതികരണം. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒളിവിൽ നിന്ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. മതപ്രഭാഷണം അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്ന ഗുരുവിന്റെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടിയതാണ് ഹത്രസിൽ വൻ അപകടത്തിന് കാരണമായത്. മരിച്ച 121 പേരിൽ 110 പേരും സ്ത്രീകളാണ്. 5 കുട്ടികളും 6 പുരുഷന്മാരുമുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള 4, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ഒഴികെ മരിച്ചവരെല്ലാം UP സ്വദേശികളാണ്. വനിതാ ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 31 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആൾദൈവം ഭോലെ ബാബ എന്ന സൂരജ് പാൽ നാരായൺ ഹരിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.